അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്, സുന്നി ആദർശ ക്ലാസ്. നമ്മുടെ മുമ്പത്തെ ചാനലിന് ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചതിനാൽ ഇൻഷാ അല്ലാഹ് ആദർശത്തിന് നമ്മൾ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. അതുകൊണ്ട് ആദർശം പറയാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഇത് നമുക്ക് വിജയിപ്പിക്കണം. നമ്മുടെ ആദർശം അത് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ സ്മരണാർത്ഥം, മഹാനവറുകളുടെ ഗ്രന്ഥം, അതിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ കുറിച്ച് നമുക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സുന്നി കൈരളിക്ക് മറക്കാൻ കഴിയാത്ത ലോക പ്രശസ്ത പണ്ഡിതനാണ് മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ. ഉസ്താദിൻ്റെ രചനാപാഠവും ഉസ്താദിൻ്റെ ക്ലാസ്സുകളും ഉസ്താദിൻ്റെ മറ്റു സംവാദങ്ങളും ഖണ്ഡനങ്ങളുമെല്ലാം അവിടുത്തെ പാണ്ഡിത്യത്തിൻ്റെ ഗിരിമ, ആ പാണ്ഡിത്യത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ആദർശം ഒരു അണുമണി തൂക്കം ചോർന്നു പോവാതെ അത് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഈ കേരളീയർക്ക് സമ്മാനിച്ച മഹാവ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകൾ. അവിടുത്തെ ഓരോ കൃതികളും നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. ആദർശ വൈദികളുടെ വാദങ്ങളെ മുനയൊടിക്കുന്ന നല്ല കൃതികളായിരുന്നു ഉസ്താദിൻ്റെ ഓരോ രചനകളും. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഖീദത്തു സുന്ന എന്ന് പറയുന്ന ഉസ്താദിൻ്റെ കൃതി. ഓരോ സുന്നിയും വായിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഗ്രന്ഥമാണ് അഖീദത്തു സുന്ന. അഖീദത്തു സുന്ന പഠിക്കാത്ത ഒരു സുന്നി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഖീദത്തു സുന്നയാണ് പഠന വിഷയമായി എടുക്കുന്നത്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പഠിക്കുന്ന കാലം മുതൽ തന്നെ ആദർശ രംഗത്ത് അവിടുത്തെ കഴിവ് തെളിയിച്ച മഹാവ്യക്തിത്വമാണ്. വലിയ പണ്ഡിത തറവാട്ടിലൂടെ പൊന്നാനി മഖ്ദൂമിയ പാരമ്പര്യത്തിലൂടെ വളർന്ന വലിയ മഹാവ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. ഉസ്താദിൻ്റെ 5 പതിറ്റാണ്ട് നിലനിൽക്കുന്ന ഈ 5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ ദർസി ജീവിതം, ആ ദർസി ജീവിതത്തിൽ ഉസ്താദ് വെറും ഒരു മുദരിസായി ഒതുങ്ങിക്കൂടാതെ ഉസ്താദിൻ്റെ സേവനങ്ങൾ അത് പ്രസംഗങ്ങളിലേക്കും അതുപോലെ തന്നെ കൃതികളിലേക്കും ഉസ്താദ് വ്യാപിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ കൈകളാൽ വിരചിതമായ ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് കൃതികളും മലയാളത്തിലും അറബിയിലുമായി നമുക്ക് ലഭ്യമാണ്. ഉസ്താദ് തന്നെ പറയാറുണ്ട്, എൻ്റെ ലക്ഷ്യം 100 പണ്ഡിതന്മാരും 100 കൃതികളും 100 തെങ്ങും തൈകളുമാണ് എന്ന് ഉസ്താദ് പറയാറുണ്ട്. എന്നാൽ ഉസ്താദിന് 100 പണ്ഡിതന്മാർ എന്നതിനപ്പുറം ആയിരക്കണക്കിന് പണ്ഡിതന്മാരാണ് ഉസ്താദിന് വാർത്തെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വളരെ ബൃഹത്തായ കൃതികൾ ഉസ്താദിന് സമ്മാനിക്കാൻ കഴിഞ്ഞു. ഉസ്താദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം കണ്ട പ്രശസ്തമായ കൃതിയാണ് മിഷ്കാത്തുൽ മസാബീഹിനുള്ള ഷറഹായ മിർആത്തുൽ മിഷ്കാത്ത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം. ഉസ്താദിന് ഹദീസ് രംഗത്തും ഒരേ സമയം ഫിഖ് രംഗത്തും അതേപോലെ തന്നെ തച്ചുശാസ്ത്രം, അതുപോലെ തന്നെ മത താരതമ്യ പഠനം, അതുപോലെ ഗോളശാസ്ത്രം എന്നിവയിലൊക്കെ ഒരേപോലെ ഉസ്താദിന് കഴിവുണ്ടായിരുന്നു. ഉസ്താദ് എന്നാൽ ഹദീസ് വിഷയത്തിൽ ഏറ്റവും താല്പര്യം കാണിച്ചതുകൊണ്ട് തന്നെ ഉസ്താദ് ഹദീസിൻ്റെ എല്ലാ നിലക്കുമുള്ള അതിൻ്റെ സനദിനും മത്തിനുമുള്ള ചർച്ചകൾ ഉസ്താദിൻ്റെ ക്ലാസ് വളരെ സമ്പന്നമായിരുന്നു എന്ന് ശിഷ്യന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ ലളിതമായി കൊണ്ടാണ് ഉസ്താദിൻ്റെ ഓരോ അവതരണങ്ങളും ഉണ്ടാവുക. അഖീദത്തു സുന്നയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഖീദത്തു സുന്ന അത് അതിൻ്റെ കെട്ടും മട്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോന്നും അതിൻ്റെ വ്യക്തമായ പ്രതിയോഗികളുടെ വാദങ്ങളെ ഗണ്ണിക്കുന്ന രൂപത്തിൽ അതിന് ഖുർആൻ ആയത്ത് ആവശ്യമുള്ളിടത്ത് ഖുർആൻ ആയത്ത്, ഒരു ഹദീസ്, പിന്നെ അവരുടെ വാദത്തിനുള്ള ഗണ്ണനം അത് ബുദ്ധിപരമായി അക്കലുകൊണ്ടും നക്കലുകൊണ്ടും സമർത്ഥിക്കുന്ന ഉസ്താദിൻ്റെ ആ സമർത്ഥന രീതി വല്ലാത്തൊരു ആശ്ചര്യപ്പെടുത്തുന്നതും വളരെ ആവേശം കൊള്ളിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അഖീദത്തു സുന്ന നമ്മളെല്ലാവരും പഠിക്കണം.
അതുകൊണ്ടാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. അഖീദത്തു സുന്നയുടെ ഓരോ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിലൂടെ പുറത്തുവിടുകയും അത് പഠിക്കാൻ താല്പര്യമുള്ള ഈ അഖീദത്തു സുന്നയിൽ ഞാൻ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് സംശയം തീർക്കാൻ വേണ്ടി ഇൻഷാ അള്ളാ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറി ആ ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അള്ളാ സമയത്തിനനുസരിച്ച് നമുക്ക് മറുപടി പറയാനും അറിവിനനുസരിച്ച് മറുപടി പറയാനും എനിക്ക് കഴിയും. അതുകൊണ്ട് അള്ളാഹു ഈ സംരംഭം നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഹലറത്തിലേക്കാണ് ഇതിന്റെ മിസ്ലി സവാബ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മുഴുവൻ ക്ലാസിന്റെ മിസ്ലി സവാബ് ഉസ്താദിന്റെ ഹലറത്തിലേക്ക് നമ്മൾ ഹദിയ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് തുടങ്ങാം. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ വ ഇലാ ഹളറത്തി ഖാസ്സതൻ ഇലാ ഹളറത്തി ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله ക്ലാസ്സുകൾ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് പുറത്തുവിടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.